السلام عليكم ورحمة الله. إن الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين أما بعد. ബഹുമാനരായ സഹോദരന്മാരെ സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ പാലിക്കുവാൻ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്തുൽ അംബിയായിലെ 18 ആയത്തുകളാണ് നമ്മൾ മനസ്സിലാക്കിയത്. 18ാമത്തെ ആയത്തിൻ്റെ വിശദീകരണം അഥവാ ലോകത്ത് സത്യം എന്നുള്ള അഥവാ ഹക്ക്, ആ ഹക്ക് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ബാത്തുലിനെ തകർത്ത് കളയും. അതോടുകൂടി ബാത്തിൽ ഇല്ലാതെയായി പോകുന്ന അവസ്ഥ ഉണ്ടാകും. എന്നിട്ട് ഈ മുശ്രിക്കുകളായ ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, നിങ്ങൾ അല്ലാഹുവിനെ സംബന്ധിച്ച് വിശേഷിപ്പിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് നാശം. അഥവാ ഇതെല്ലാം മനസ്സിലാക്കിയിട്ടും മുശ്രിക്കുകളായ ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സമന്മാരെയും പങ്കാളികളെയും ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. ഇനി ഇതിൻ്റെ ബാക്കിയാണ് ഇൻഷാ അല്ലാഹ്. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളല്ല, മലക്കുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇൻഷാ അല്ലാഹ് തുറന്നു വരുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വലഹു മൻ ഫിസ് സമാവാതി വൽ അർദി വമൻ ഇൻദഹു ലാ യസ്തക്ബിറൂൻ. وله من في السماوات والأرض وله من في السماوات والأرض ومن عنده لا يستكبرون عن عبادته ولا يستحسرون. ومن عنده لا يستكبرون عن عبادته ولا يستحسرون. يسبحون الليل والنهار لا يفترون. يسبحون الليل والنهار لا يفترون. يسبحون الليل والنهار لا يفترون. أم اتخذوا آلهة من الأرض هم ينشرون. أم اتخذوا آلهة من الأرض هم ينشرون. أم اتخذوا آلهة من الأرض هم ينشرون. لو كان فيهما آلهة إلا الله لفسدتا لو كان فيهما آلهة إلا الله لفسدتا فسبحان الله رب العرش عما يصفون.
ഫസുബ്ഹാനല്ലാഹി റബ്ബിൽ അർശി അമ്മാ യസിഫൂൻ. ഫസുബ്ഹാനല്ലാഹി റബ്ബിൽ അർശി അമ്മാ യസിഫൂൻ. ഇവിടെ വലഹു മൻ ഫിസ് സമാവാതി, മൻ എന്നുള്ളത് ഇദ്ഹാർ ചെയ്യാൻ പാടില്ല, അവിടെ മണിച്ചിട്ട് ഓതണം. മൻ ഫിസ് സമാവാതി വൽ അർദ്. നിർത്തുകയാണെങ്കിൽ വൽ അർദ്. നിർത്താതെ ഓതാണെങ്കിൽ ഫിസ് സമാവാതി വൽ അർദ് വമൻ ഇൻദഹു. വമൻ ഇൻദഹു. വമൻ എന്നുള്ള ഇദ്ഹാർ ചെയ്യണം, നൂന് സാക്കിന ശേഷം ഐനാണ്. പിന്നെ അടുത്ത നൂന് സാക്കിന് ഇദ്ഹാർ ചെയ്യാൻ പാടില്ല, അവിടെ മണിച്ചിട്ട് ഓതണം. വമൻ ഇൻദഹു. വമൻ ഇൻദഹു. വമൻ ഇൻദഹു എന്ന് ഓതരുത്. വമൻ ഇൻദഹു ലാ യസ്തക്ബിറൂൻ. ഇസ്തക്ബറ. ലാ യസ്തക്ബിറൂന അൻ ഇബാദതിഹി. അൻ ഇബാദതി. അൻ എന്നല്ല, അൻ ഇബാദതി എന്നല്ല, അൻ ഇബാദതി. രണ്ടും ഐനാണ്. عن عبادته ولا يستحسرون. يستحسرون. استحسر എന്നാണ് ഫീല്. يستحسرون. അതുപോലെ يسبحون الليل والنهار. والنهار അവിടെ മണിക്കണം. يسبحون الليل والنهار لا يفترون. ഫത്തറ യഫ്തുറു യഫ്തുറൂൻ. അവിടെ മദ്ദക്ഷരത്തിൽ നിർത്തുമ്പോൾ നീട്ടിയിട്ട് നിർത്താം. യഫ്തുറൂൻ. പിന്നെ അമിത്തഖദൂ ആലിഹ. അമിത്തഖദൂ ആലിഹതം മിനൽ അർദ്. ആലിഹതൻ എന്ന് തൻവീനുണ്ട്, ശേഷം മീമാണ്. അപ്പോൾ തൻവീനിനെ മീമിലേക്ക് ഇദ്ഗാം ചെയ്യണം. بغنة. آلهة من الأرض. آلهة من الأرض. നിർത്തുകയാണെങ്കിൽ من الأرض. നിർത്താതെ ഒന്നാണെങ്കിൽ من الأرض هم ينشرون. ينشرون. ينشرون അല്ല, ينشرون. പിന്നെ لو كان فيهما آلهة إلا الله. അവിടെ ഫീഹിമ എന്നുള്ളിടത്ത് നിട്ടാണ്ട് ശേഷം ഹംസയാണ് വരുന്നത്. അപ്പൊ ലൗ കാന ഫീഹിമ ആലിഹത്തുൻ. തുൻ എന്ന് ഇദ്ഹാർ ചെയ്യണം, കാരണം എന്താ, ശേഷം ഹംസ വന്നു. അപ്പൊ ആലിഹത്തുൻ ഇല്ലല്ലാഹു ലഫസദത. പിന്നെ ഫസുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ് ബ സുകൂനാണ്. സുബ്ഹാനല്ലാഹി റബ്ബിൽ അർശി അമ്മാ യസിഫൂൻ. അമ്മ അവിടെ മീമ് കുറച്ച് മണിക്കണം, പക്ഷെ അധികം നീട്ടണില്ല. അമ്മ നീട്ടാൻ പാടില്ല. അമ്മാ യസിഫൂൻ. സ്വാദാണ്. യസിഫൂൻ എന്നല്ല, യസിഫൂൻ. യസിഫൂൻ സ്വാദാണ്. യസിഫൂൻ. അപ്പൊ ഫസുബ്ഹാനല്ലാഹി റബ്ബിൽ അർശി അമ്മാ യസിഫൂൻ. അവിടെ നിർത്തുമ്പോൾ നീട്ടിട്ട് നിർത്താം. അപ്പൊ ഇതാണ് ഓതുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്. അപ്പോ വലക്കുമുൽ വൈലു മിമ്മാ തസിഫൂൻ എന്നുള്ള പറഞ്ഞു. നിങ്ങൾ ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യങ്ങളാണ്. എന്നാൽ വലക്കുമുൽ വൈലു മിമ്മാ തസിഫൂൻ, എന്നാൽ അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് നാശം. അഥവാ അള്ളാഹിനെ പറ്റി കുട്ടികളുണ്ട്, അള്ളാഹ്ക്ക് പിന്നെ സന്താനങ്ങളുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ മുശ്രിക്കീങ്ങളായ ആളുകൾ അള്ളാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞതിനെ പറ്റി അള്ളാഹു വിമർശിക്കാൻ. എന്നിട്ട് പറയാണ്, ഇപ്പോ ലോകത്തുള്ള മഹാഭൂരിപക്ഷം മനുഷ്യന്മാർ നമുക്ക് വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ ലാ യശ്കുറൂൻ. മഹാഭൂരിപക്ഷം മനുഷ്യന്മാരും എന്താണ്, നന്ദി കെട്ടവരാണ്. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. മനുഷ്യൻ തൻ്റെ രക്ഷിതാവിനോട് കനൂദാണ്. അവിടെ വൈന്നിട്ടിട്ട് പറഞ്ഞു, പിന്നെ ലാമു തൗക്കീദ്. കനൂദ് എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം നന്ദി കെട്ടവൻ. അതാ കുതിരനെ പറ്റി പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്. വൽ ആദിയാത്തി ളബ്ഹ
ഫൽമൂരിയാറ്റ് ഖദഹ എന്ന് പറഞ്ഞല്ലോ. ഒരു യജമാനൻ തൻ്റെ കുതിരയെ അതിന് വെള്ളം അതുപോലെ തന്നെ കുറച്ച് ഭക്ഷണം കൊടുക്കുള്ളൂ. പക്ഷെ ആ യജമാനന് വേണ്ടി എന്തും ചെയ്യാൻ ആ കുതിര തയ്യാറാവും. ഫൽമുഗീറാത്ത് സുബ്ഹ ഫഅസർന ബിഹി നഖഅ, അത് രാവിലെ പടക്ക് പുറപ്പെടും. എന്നിട്ട് ഈ ശത്രുവിന്റെ മധ്യത്തിലേക്ക് അത് എന്ത് ചെയ്യും? ഫവസത്ന ബിഹി ജമഅ, എന്നിട്ടാ പറഞ്ഞു ഇന്നൽ ഇൻസാന റബ്ബിഹി ലക്കനൂത് എന്ന് പറഞ്ഞ ഒരു കുതിരന്റെ നന്ദി പോലും ആർക്കില്ല? മനുഷ്യന്മാർക്കില്ല. ഇന്നൽ ഇൻസാൻ റബ്ബിഹി ലക്കനൂത് വഇന്നഹു അലാ ദാലിക ഷഹീദ്, അവനത് കാണുന്നവനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. എന്നിട്ട് അല്ലാഹു ഇവിടെ പറഞ്ഞതെന്താ വെച്ചാൽ, ഇപ്പൊ ഈ മനുഷ്യന്മാര് മഹാഭൂരിപക്ഷവും നന്ദി കെട്ടവരാണെങ്കിലും എന്നാൽ അള്ളാഹുവിന് നന്ദി ചെയ്യുന്നൊരു വിഭാഗം ഇവിടെ ഉണ്ട്. മനുഷ്യന്മാർ മഹാഭൂരിപക്ഷവും നന്ദി കെട്ടവരാണെങ്കിലും അള്ളാഹുവിന് നന്ദി ചെയ്യുന്ന ഒരിക്കലും വീഴ്ച വരുത്താത്ത ആൾക്കാർ. വലഹു, അവനുള്ളതാണ്. വലഹു എന്ന് പറഞ്ഞാൽ അവനുള്ളതാണ്. ഡസ്റ്ററോടെ വലഹു എന്ന് പറഞ്ഞാൽ അവനുള്ളതാണ് എന്ന് പറഞ്ഞാൽ അവൻ അതിൻ്റെ ഉടമസ്ഥനാണ്. അവൻ്റെ ഇവിടെ ലഹു എന്ന് പറഞ്ഞാൽ അവനുള്ളത് എന്നർത്ഥം. അവനുള്ളത് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് അതിൻ്റെ മാലിക് എന്നതിൻ്റെ അർത്ഥം. അള്ളാഹു ആണ്. വലഹു, അവനുള്ളതാണെന്ന് പറഞ്ഞാൽ അവനാണ് അതിൻ്റെ ഉടമസ്ഥൻ. ആര്? മൻ ഫിസ്സമാവാതി വൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളവർ എല്ലാം അവനുള്ളവരാണ് എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാത്തിൻ്റെയും ഉടമസ്ഥൻ അല്ലാഹു സുബ്ഹാനഹു വ തആല. മൻ ഫിസ്സമാവാതി, ആകാശങ്ങളിൽ ഉള്ളവനും, വൽ അർദി, ഭൂമിയിൽ ഉള്ളവനും. ആകാശങ്ങളിലുള്ളവരാണ് അല്ല, ഇത് സൃഷ്ടികളെ പറ്റി പറഞ്ഞു. മലക്കുകൾ, മൻ ഫിസ്സമായി ആണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ആമിൻതു മൻ ഫിസ്സമായി. ഇവിടെ മൻ ഫിസ്സമാവാതി എന്ന് പറഞ്ഞാൽ ഉദ്ദേശം എന്താണ്? മലക്കുകളാണ്. അപ്പൊ അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ അഥവാ ആകാശ ലോകത്തുള്ള വാനലോകത്തുള്ള മലക്കുകളും ഇനി ഭൂമിയിലുള്ളവരും അഥവാ മനുഷ്യന്മാരും ജിന്നുകള്, മരങ്ങള്, ജീവജാലങ്ങള്, നായ, പട്ടി, പൂച്ച എല്ലാം ഇതിൽപ്പെട്ടു നാക്കാലികളാർക്കാം. അതെല്ലാം വലഹു, അവനുള്ളതാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ആണ് അതിൻ്റെ ഒക്കെ മാലിക്, അള്ളാഹു ആണ് അതിൻ്റെ ഉടമസ്ഥൻ. അപ്പൊ ആകാശങ്ങളിലും ഭൂമിയിലുള്ളതുമെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആലക്കുള്ളതാണ്. അപ്പൊ ഈ പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് കുഞ്ഞുങ്ങളുണ്ട്, അള്ളാഹുവിന് സന്താനങ്ങളുണ്ട്, അല്ലെങ്കിൽ അള്ളാഹുവിന് ഇന്നല്ലാഹ ഫഖീറുൻ, അള്ളാഹു ദരിദ്രനാണെന്ന് പറഞ്ഞു ജൂതന്മാര്. യദുല്ലാഹി മഗ്ലൂല, അള്ളാഹുവിന്റെ കൈ ബാക്കിലേക്ക് കെട്ടപ്പെട്ടതാണെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അള്ളാഹു പിശുക്കനാണ്, നഊദു ബില്ലാഹ് എന്നൊക്കെ അള്ളാഹിനെ സംബന്ധിച്ച് ആരോപണം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ് മാ അസ്ബർ അലല്ലാഹ്, അള്ളാഹുവിനേക്കാൾ ക്ഷമ വേറെ ആർക്കില്ല. ഉണ്ടോ? നമ്മൾ ആലോചിച്ച്, അള്ളാഹുവിൻ്റെ അത്ര ക്ഷമ. ഇന്നല്ലാഹ സബൂർ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ ക്ഷമ ഉള്ളതാണ്. കാരണം അള്ളാഹ്ക്ക് കുട്ടികളുണ്ട് എന്ന് ഏറ്റവും വലിയ തോന്നിയാസം പറഞ്ഞവനും അള്ളാഹ് എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ നിഅമത്ത് കൊടുക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അള്ളാഹ്ക്ക് കുട്ടികളുണ്ട് എന്ന് പറഞ്ഞാൽ കബറത്ത് കലിമത്തുൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം ഇൻ യഖൂലൂന ഇല്ലാ കദിബാ, അവരുടെ തൊള്ളയിലൂടെ പുറത്തു വരുന്ന വാക്ക് എത്ര വലുതാണ്. തകാദു സമാവാതു യതഫത്തർന വതൻശഖുൽ അർദു വതഖിറുൽ ജിബാലു ഹദ്ദാ എന്ന് പറഞ്ഞു സൂറത്തു മറിയമിൽ. ആകാശഭൂമികൾ പോലും പൊട്ടിപ്പിളർന്ന് ഭൂമി വിണ്ട് കീറി, അത്രയും വലിയ വാക്കാണ് അൻദഉ റഹ്മാനി വലദ, അള്ളാഹുവിന് കുട്ടികളുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അത് പറയുന്ന ആളുകൾക്കും അല്ലാഹ് ദുനിയാവിൽ കൊടുക്കുന്നുണ്ട്. മാത്രമല്ല അവരെ ശിക്ഷിക്കണില്ല. എന്തൊക്കെ തോന്നിയാസം പറയുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ അള്ളാഹിനെ തോന്നിയാസം പറയുന്നത് ഇപ്പൊ ഒരു ഫാഷനാണല്ലോ. ഇസ്ലാമിനെ വിമർശിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ഒരു ഫാഷനാണ്. അപ്പൊ അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ക്ഷമിക്കുന്നുണ്ട്. അതാണ് വലഹു മൻ ഫിസ് സമാവാതി, ആകാശങ്ങളിലും ഭൂമിയിലും ഉള്ളതെല്ലാം അള്ളാഹുവിന്റെ രാജാധിപത്യത്തിലും അള്ളാഹുവിന്റെ അധികാരത്തിലുമാണ്. എന്നാൽ ഇനി അള്ളാഹ് പറയാണ് വമൻ ഇൻദഹു, ഇപ്പൊ ആകാശങ്ങളിലും ഭൂമിയിലൊക്കെ ഉള്ളത് അള്ളാഹിൻ്റെതാണ് പറഞ്ഞു. എന്നാൽ ഇനി വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം എന്നറിയോ? വമൻ ഇൻദഹു, അവന്റെ അടുക്കലുള്ളവർ.
അതാരാണ്? മലക്കുകളാണ്. ഈ ഭൂമിയിലും ആകാശത്തുള്ളൊക്കെ അള്ളാൻ്റെതാണ്. എല്ലാം മലക്കുകളും ജീവജാലങ്ങളും ജിന്നുകളൊക്കെ അള്ളാഹിന്റെ ഉടമസ്ഥതയിലും അള്ളാഹുവിന്റെ മിൽക്കിയത്തിലുമാണ്. പക്ഷേ വമൻ ഇൻദഹു, അള്ളാഹുവിന്റെ അടുക്കൽ ഉള്ളവർ, അത് മലായിക്കത്തുകളാണ്. അവര് ലാ യസ്തക്ബിറൂന അൻ ഇബാദത്തിഹി. അവിടെ ഭൂമിയിൽ എന്ന് പറഞ്ഞില്ല. അവിടെ വമൻ ഇൻദഹു എന്ന് പറഞ്ഞു. അള്ളാഹുവിന്റെ അടുക്കലുള്ളവർ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സമീപത്തുള്ളവർ എന്ന് പറഞ്ഞ് നമുക്കറിയാം. പിന്നെ അള്ളാഹുവുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ അള്ളാഹുവിന്റെ അർശ് വഹിക്കുന്ന മലക്കുകളാണ്. മുമ്പ് പറഞ്ഞല്ലോ, ഏഴാകാശത്തിന് അപ്പുറത്ത് അള്ളാഹുവിന്റെ പിന്നെ വെള്ളമുണ്ട്, അതിന്റെ മുകളിൽ അള്ളാഹുവിന്റെ അർശുണ്ട്. ആ അർശിന്റെ മുകളിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. വലൈസ ഫൗഖഹു ശൈ, അള്ളാഹുവിന്റെ മുകളിൽ മറ്റൊന്നും ഇല്ല. അപ്പൊ അള്ളാഹുവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവരാണ് മലക്കുകൾ മുഖറബീങ്ങൾ. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം, മീകായിൽ, ഇസ്രാഫീൽ, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ അർശ് വഹിക്കുന്ന മലക്കുകൾ, ഇവരൊക്കെ അള്ളാഹിന്റെ അടുക്കലുള്ളവരാണ്. അള്ളാഹുവിന്റെ അടുക്കൽ വാനലോകത്തും ഉള്ളവരും അള്ളാഹുവിന്റെ അടുത്തുള്ളവരാണ്. കാരണം 1-ാം ആകാശത്തേക്ക് അള്ളാഹു ഇറങ്ങുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ അള്ളാഹുവിന്റെ സമീപത്തുള്ളവരാണ് ഈ മലക്കുകളൊക്കെ. അവിടെ എന്നിട്ട് ആ മലക്കുകളുടെ സ്വഭാവം പറയാണ്, ലാ യസ്തക്ബിറൂന. ഇസ്തക്ബറ എന്ന് പറഞ്ഞാൽ എന്താണ്? കിബ്ർ നടിക്കുക. അതാണ് ഇസ്തക്ബറ. ഇസ്തക്ബറ എന്ന് പറഞ്ഞാൽ അതായത് കിബ്ർ നടിക്കുക. കബുറ എന്ന് പറഞ്ഞാ വലുതായി. വലുതായി. കബീർ എന്ന് പറഞ്ഞാ കബീർ, വലുത്. അതാണ് കിബിർ. ഒരാൾക്ക് എപ്പ കിബിർ ഉണ്ടാകുക? ഞാൻ വലിയത്, നിങ്ങൾ ചെറുത്ത്, അപ്പോൾ എനിക്ക് കിബിർ. ഇബ്ലീസിനെല്ലാം ഉണ്ടായി. അപ്പൊ ആ വസ്തക്ബറ എന്ന് പറഞ്ഞില്ലേ, ഓന്റെ കിബിർ ഉണ്ടായത് എങ്ങനെ? ഖലഖ്തനി മിൻ നാരിൻ വഖലഖ്തഹു മിൻ തീൻ. അതാണ് കിബിർ. എന്നെ തീയോണ്ടുണ്ടാക്കി, അതിനെ പിന്നെ മണ്ണുണ്ടാക്കി. അപ്പോ ആരാ വലുത്? ഞാൻ തന്നെ. അതാ കിബിർ പറഞ്ഞു. ഞാൻ വലിയ ആളാണ്. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ടും വലുതാവുമ്പോൾ മറ്റോരെന്താവും? ചെറുതാവും. അതുകൊണ്ട് റസൂൽ പറഞ്ഞു, ബത്തുൽ ഹഖി വഖംതുന്നാസ്. ഹക്കിനെ നിഷേധിക്കുക, ജനങ്ങളെ ചെറുതാക്കുക. ഓനക്ക് എന്താ തന്നെ എന്ന് പറഞ്ഞാൽ ഞാനാണ് ഉഷാറ്, മറ്റോന് മോശം. അതാണ് കിബിർ എന്ന് പറഞ്ഞത്. അപ്പോ അള്ളാഹുവിന്റെ അടുക്കലുള്ളവർ ലാ യസ്തക്ബിറൂന, അവർ കിബിർ നടിക്കുകയില്ല. എന്തിൽ നിന്ന്? അൻ ഇബാദത്തിഹി, അവന് ഇബാദത്ത് ചെയ്യുന്നതിൽ നിന്ന്, അവൻ ആരാധിക്കുന്നതിൽ നിന്ന് അവർ ഒരിക്കലും കിബിർ നടിക്കൂല. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ആയത്തിനെ കുറിച്ച് നമ്മൾ ശരിക്കും ചിന്തിച്ചു നോക്കിയാൽ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് മലക്കിന്റെ വലുപ്പം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് എത്ര ചിറകുണ്ട്? 600 ചിറകുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമക്ക് 600 ചിറകുണ്ട്. നമുക്ക് എത്ര ചിറകുണ്ട്? നമുക്ക് ചിറകുണ്ടോ? എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം 2 പ്രാവശ്യമാണല്ലോ കണ്ടത്. ഒന്ന് ഭൂമിയിലും ഒന്ന് മിഅ്റാജിന്റെ സന്ദർഭത്തിൽ. ഭൂമിയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമൊക്കെ കണ്ടപ്പോൾ പേടിച്ചില്ലേ? എന്നിട്ട് 600 സദ്ദൽ ഉഫ്ഖ്, അതായത് ചക്രവാളം മുഴുവനും നിറഞ്ഞു നിൽക്കുകയാണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചിറക്. അപ്പൊ ആ ജിബ്രീലിന്റെ ഒരു വലുപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ജിബ്രീലിന്റെ വലുപ്പം, ആ ജിബ്രീലിന്റെ വലുപ്പത്തെക്കാളും എത്രയോ വലുതാണ് ആര്? അള്ളാഹുവിന്റെ അർശ് വഹിക്കുന്ന മലക്കുകളുടെ വലുപ്പം. ഞാൻ പറഞ്ഞു ഷഹമത്തൂദൻ, ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് 70,000 വർഷത്തെ വഴിദൂരാണ്. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള മലക്കിന്റെ വലുപ്പം റസൂൽ പറയണം. നിങ്ങൾ ആലോചിച്ച്, ആ മലക്കുകൾ പോലും അള്ളാഹുവിനെ ആരാധിക്കുന്നില്ലെന്ന് കിബിർ നടിക്കണില്ല എന്ന് പറഞ്ഞാൽ അത്രയും വലിയ സൃഷ്ടികളായ അള്ളാഹിന്റെ മലക്കുകള് അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ ഒരിക്കലും വീഴ്ച വരുത്തുന്നില്ല. അവർക്ക് കിബിറില്ല. ഇത്ര പോന്ന ചൂണ്ടി ഒരു തെങ്ങുതൈന്റെ വലിപ്പം പോലും ഇല്ലാത്ത, ഒരു വായത്തണ്ടിന്റെ വലിപ്പം പോലും ഇല്ലാത്ത മനുഷ്യന്മാരാണ് ഉദ്ഊനി അസ്തജിബ് ലക്കും ഇന്നൽ ലദീന യസ്തക്ബിറൂന അൻ ഇബാദത്തി. അവിടെ ഉണ്ട് ഇസ്തക്ബർ അൻ ഇബാദ. നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കണം, എന്നോട് പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് കിബിർ നടിക്കുന്നവർ സയദ്ഖുലൂന ജഹന്നമ ദാഖിലീൻ. അപ്പൊ നിങ്ങൾ ആലോചിച്ച മലക്കുകളുടെ ഒരു വിനയമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പഠിപ്പിക്കുന്നത്. മലക്കുകളുടെ ഒരു വിനയം. മലക്കുകൾക്ക് കിബിറില്ല. എന്നാൽ അത്രയും വലിയ സൃഷ്ടിയായിരുന്നിട്ട് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കുന്ന വിഷയത്തിൽ അവർ ഒരിക്കലും
കിബർ കാണിക്കൂല, എന്ന് പറഞ്ഞാൽ അഹങ്കാരം കാണിക്കൂല. എന്ന് പറഞ്ഞാൽ അള്ളാഹ് പറഞ്ഞതുപോലെ ലാ യസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, നമ്മളെക്കാളൊക്കെ എത്രയോ ശക്തന്മാരും നമ്മളെക്കാൾ എത്ര മല്ലന്മാരുമായ, നമ്മളെക്കാൾ എത്രയോ മഹത്വമുള്ളവരുമായ, അള്ളാഹുവിൻ്റെ അടുക്കലുള്ളവരായ ആ മലക്കുകൾ അള്ളാഹുവിനെ ആരാധിക്കുന്നതിന് യാതൊരു വിട്ടുവീഴ്ചയും അല്ലെങ്കിൽ യാതൊരു കിബർ നടിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ അവസ്ഥ എന്താ? അള്ളാഹുമായിട്ട് എത്രയോ ദൂരത്ത് നിൽക്കുന്ന അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ വഖുലിഖൽ ഇൻസാനു ദഈഫ എന്നുള്ളത്. ജിബ്രീലിനെ പറ്റി പറഞ്ഞപ്പോൾ ദൂ ഖുവ്വത്തിൻ, എന്തതിൽ അർശുമൻ. ജിബ്രീലിനെ പറ്റി പറഞ്ഞത് ഭയങ്കര ശക്തിമാൻ എന്നാണ് പറഞ്ഞു. മലക്കിനെ പറ്റി പറഞ്ഞപ്പം ശക്തിമാൻ എന്ന് പറഞ്ഞു. മനുഷ്യന്മാരെ പറ്റി പറഞ്ഞപ്പം ദഈഫ് ഉണ്ടോ? അപ്പൊ ദഈഫായ സൃഷ്ടിയാണ് മനുഷ്യന്മാർ. പക്ഷെ മലക്കുകൾ അതിശക്തന്മാരാണ്. അപ്പൊ അതിശക്തന്മാരായ മലക്കുകളും അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ കിബർ നടിക്കണില്ല, അഹങ്കരിക്കണില്ല. ഒരു അള്ളാഹിന്റെ കൽപ്പനയെ ഒരിക്കലും ധിക്കരിക്കാതെ ആ അള്ളാഹുവിനുള്ള ഇബാദത്തിൽ ഒരിക്കലും അഹങ്കാരം നടിക്കാതെ അവർ രാവും പകലും, അതാണ് അടുത്ത ആയത്ത് പറഞ്ഞത്, രാവും പകലും അവർ ആരാധനാ നിരതരാണ്. എന്താണ് അള്ളാഹ് പറഞ്ഞത് അതോടെ ചെയ്യുക. ഇപ്പം നിങ്ങൾ ആലോചിക്ക്, ഈ ഹഫളത്തിന്റെ മലക്കുകൾ, നമ്മളെ സംരക്ഷിക്കുന്ന, നമ്മളെ എഴുതുന്ന മലക്കുകൾ, ആ എഴുതുന്ന മലക്കുകൾ അതാണ് കിറാമൻ കാത്തിബി എന്നാണ്, മാന്യന്മാരാണ്. എന്ന് പറഞ്ഞാൽ ഒരു തെറ്റുപോലും അവരെന്ത് ചെയ്യൂല. നമ്മൾ ചെയ്യാത്തതോ പറയാത്തതോ ആയ എന്തെങ്കിലും എഴുതി വെക്കോ? ഇല്ലല്ലോ. അത് അള്ളാഹ് പറഞ്ഞത് ആ ഡ്യൂട്ടി അവർ കറക്റ്റാണ്. അതിൽ ചതിയും വഞ്ചനയും അതുപോലെ തന്നെ കള്ളത്തരങ്ങളൊന്നും അവർ ചെയ്യൂല. കാരണം അള്ളാഹുവിന് അവർക്ക് അത്രയും ഭയപ്പാടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, അള്ളാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് വഹി കൊടുക്കുമ്പോൾ ഒരു ശബ്ദമുണ്ടാവും. ആ ശബ്ദം കേട്ടുകഴിഞ്ഞാൽ വാനലോകത്തുള്ള മുഴുവൻ മലക്കളും അള്ളാഹുവിൻ്റെ സുജൂദിൽ വീഴും. അപ്പോൾ എന്നിട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയോട് അള്ളാഹു മലക്ക് വഹി കൊടുക്കും. എന്നിട്ട് വഹി കൊടുത്തതിന് ശേഷം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമയോട് അള്ളാഹു സംസാരിച്ചതിന് ശേഷം മലക്കുകൾ വളരെ ഭയപ്പാടോടുകൂടിയാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മാദാ ഖാല റബ്ബുന, എന്താ നമ്മൾ പടച്ചോൻ പറഞ്ഞത്, അപ്പം ഇന്ന ആയത്തുകളാണ്. അപ്പോൾ അവർക്ക് സമാധാനം. കാരണം മലക്കുകൾക്കെതിരെ വല്ല ആയത്തുകളും വല്ല അള്ളാഹുവിൻ്റെ സംസാരം ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ആര് പേടിക്കണത്? മലക്കൾ പേടിക്കണം. അള്ളാഹു വഹി കൊടുത്തത് നമുക്കെതിരെ വല്ലതുമുണ്ടോ എന്നതാണ് മലക്കൾ പേടിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച്, നമുക്കൊക്കെ അങ്ങനെ വല്ല പേടിയുണ്ടോ? അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കെതിരെ എന്തൊക്കെ കാര്യങ്ങൾ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്കെതിരെ മീൻസ് അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് നടക്കുന്ന, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ദീന് പൂർണ്ണമായി പാലിക്കാത്ത ആളുകളെ സംബന്ധിച്ചൊക്കെ എന്തൊക്കെ താക്കീതുകളും എന്തൊക്കെ ഭീഷണി സ്വരത്തിൽ തന്നെ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്കതൊന്നും ഒരു പ്രശ്നമല്ല. വലാ യസ്തഹ്സിറൂൻ, മലക്കുകളെ മറ്റൊരു സ്വഭാവം എന്ന് പറയാം. വലാ ഇസ്തഹ്സറ എന്ന് പറഞ്ഞാൽ തഅബ എന്നർത്ഥം. തഅബ എന്താ തഅബ പറഞ്ഞ? തഅബാൻ. വല്ലാഹി അന തഅബാൻ എന്ന് പറഞ്ഞു. തഅബ പറഞ്ഞാൽ ക്ഷീണം വന്ന തഅബ. ഇസ്തഹ്സറ എന്നാണ് ഫിഅൽ. ഇസ്തഹ്സറ ഇസ്തഹ്സറ എന്ന് പറഞ്ഞാൽ തഅബ. തഅബ എന്ന് പറഞ്ഞാൽ ക്ഷീണിച്ചു എന്നർത്ഥം. അതായത് അവർ ഒരിക്കലും ക്ഷീണിക്കുകയില്ല. അള്ളാഹുവിനെ ആരാധിച്ച് ക്ഷീണം വരില്ല. നമ്മളൊക്കെ തറാവിസ്കരിക്കണ എങ്ങനെ? നമ്മളൊക്കെ തറാവിസ്കരിക്കണ എങ്ങനെ? നമുക്ക് ക്ഷീണം ഉണ്ടാവും, മലക്കൾക്ക് ക്ഷീണം ഉണ്ടാവില്ല, അത് ശരി തന്നെയാണ്. എന്നാലും ഒരു കാലം ഇങ്ങനെ ഒന്ന് കുറെ കാലം മാറ്റി. ഇപ്പം നമ്മുടെ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ഇമാമ് റുക്കൂക്ക് പോകാൻ നേരത്ത് അണുവണ്ടി ഒന്ന് തക്ബീറിട്ടു അല്ലേ എന്ന് പറഞ്ഞാൽ ഒരു ഈ വലാ യസ്തഹ്സിറൂ എന്ന് പറഞ്ഞാൽ ക്ഷീണമില്ല എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താ? മടിയില്ല എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉന്മേഷം ഉണ്ടാവും. ഉന്മേഷത്തിന്റെ വിപരീതമാണല്ലോ എന്ത്? ക്ഷീണം എന്ന് പറഞ്ഞാൽ. എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന എങ്ങനെയാണ്? ഉന്മേഷത്തോടെ എന്ന് പറഞ്ഞാൽ ഒരു ക്ഷീണവും ഇല്ലാതെ മടുപ്പ് വരാത്ത രീതിയിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെ ഉണ്ടാണ്ട്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ ഒരാൾക്ക് ഉറക്കം അതിജയിക്കുന്നുണ്ടെങ്കിൽ അവൻ പോയി ഉറങ്ങട്ടെ, എന്നിട്ട് നിസ്കരിക്കട്ടെ. ഇത് എതിർക്കാത്ത പറ്റിയ
രാത്രി നിസ്കാരത്തെ പറ്റിയാട്ടോ, അല്ലാതെ മറ്റേ ഫർദ് ജമാഅത്തിനെ പറ്റിയല്ല. എനിക്ക് കുഞ്ഞ് ഭയങ്കര ഉറക്കടിഞ്ഞ് 100 ദിവസം കൂടി ഒറ്റടിക്കാണ്ട് ഒപ്പാക്ക, അതല്ല. അതായത് രാത്രി നിസ്കരിക്കുമ്പോഴേ തഹജ്ജുദ് നിസ്കാരത്തിന് വേണ്ടി എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര ഉറക്കം. അപ്പൻ വിശ്വാസം പറയുന്നത് അവൻ ഉറങ്ങിക്കോട്ടെ. ഇതൊന്നും ഇങ്ങനെ ആകാൻ പാടില്ല കേട്ടോ. എപ്പോഴെങ്കിലൊക്കെ എന്തെങ്കിലും കാരണം ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘമായ യാത്രകൾ കഴിഞ്ഞ് വരും, അല്ലെങ്കിൽ യുദ്ധം കഴിഞ്ഞ്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ കൊണ്ട് രാത്രി ഉറങ്ങാൻ വൈകി കഴിഞ്ഞാൽ റസൂലുള്ളാഹി മനുഷ്യനല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ക്ഷീണം ഉണ്ടാവും. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഉറങ്ങിപ്പോയിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചിലപ്പോൾ ക്ഷീണം കൊണ്ട് ഇരുന്ന് നിസ്കരിച്ചിട്ടുണ്ട്, ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിൽ ഒരു ഉന്മേഷം ഉണ്ടാകണം. ഇതാണ് ഈ ആയത്തിൽ നമ്മൾ പഠിക്കുന്ന പാഠം. അതായത് ഒരു നശാത്തോടു കൂടിയായിരിക്കണം ഇബാദത്ത് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, നിങ്ങൾ നിസ്കാരത്തിലേക്ക് വരുമ്പം എന്ത് ചെയ്യാൻ പാടില്ല? ധൃതി പിടിച്ച് വരാൻ പാടില്ല, ഓടിക്കയച്ചു അങ്ങനെ പാടില്ല. അലൈക്കും ബിൽ വഖാർ വസ്സക്കീന, നിങ്ങൾ എന്ത് ചെയ്യണം? സമാധാനത്തോട് വരിക. എത്രയാണോ നിങ്ങൾക്ക് റക്അത്ത് കിട്ടിയത് അത് നിങ്ങൾ നിസ്കരിക്കുക, ബാക്കി നിങ്ങൾ എന്ത് ചെയ്യുക? പൂർത്തീകരിക്കുക. ചില ആൾക്കാർ കണ്ട ഓടി ഇങ്ങോട്ട് ഇറക്കുക, അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഒരു സമാധാനം, അതുപോലെ തന്നെ ഉന്മേഷമുള്ള സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? നിസ്കരിക്കണം. ആ ഉന്മേഷം ഉണ്ടാണെങ്കിൽ നമ്മൾ എന്താ വെച്ചാൽ അതിനാണ് ഈ വുദൂക്കെ നിസ്കരിക്കണം, വുദൂഎടുക്കണം എന്ന് പറഞ്ഞത്. ശരിയല്ലേ? വഇദാ ഖുംതും ഇല സ്വലാത്തി ഫഗ്സിലു വുജൂഹക്കും വൈദ്യക്കും ഇൽ മറാഫിഖ് എന്ന് പറഞ്ഞ ഒരു മുഖം കൈയൊക്കെ കഴുകി എന്നാൽ തന്നെ എന്തുണ്ടാവും? ആളൊന്ന് ഫ്രഷ് ആയില്ലേ? അതൊക്കെ ഹിക്മത്താണ്. എന്നാൽ നിസ്കാരത്തിലേക്ക് നിൽക്കുമ്പം വുദൂ എടുക്കണം എന്ന് പറയുന്ന കാരണം എന്ന് വെച്ചാൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പാപങ്ങൾ പൊറുക്കപ്പെടുക മാത്രമല്ല, നമസ്കാരത്തിലേക്കൊരു പിന്നെ ഉന്മേഷം ഉണ്ടാക്കുക. അതൊക്കെ ഹിക്മത്താണ്. മനസ്സിലായില്ലേ? മാത്രമല്ല പ്രവാചകൻ നിസ്കാരത്തിൽ ഒരിക്കലും നിങ്ങൾ കൂട്ടുവായിടാൻ പാടില്ല. അല്ലാത്ത സമയത്തും കൂട്ടുവായി ഇടണം, എന്ത് ചെയ്യണം? നിങ്ങൾ തടുക്കണം. നിസ്കാരത്തിൽ പ്രത്യേകിച്ചും പാടില്ല. ഇപ്പം നമ്മളൊരാളോട് ഇങ്ങനെ സംസാരിക്കാൻ നോട്ടിക്കോളൂ നിങ്ങൾ. ഇപ്പം ഞാൻ എന്ന് പറഞ്ഞു കൂട്ടുവായിട്ടാൽ അയാളെന്താ തോന്നുക? ഇപ്പം നമ്മൾ കാര്യമായിട്ട് ഒരാളെ സംസാരിക്കുകയാണ്, വളരെ സീരിയസ് ആയൊരു മാറ്റർ. നമ്മളിങ്ങനെ എന്നൊരു കൂട്ടുവായിട്ട് കൊണ്ട് സംസാരിച്ചാൽ അയാളെന്താ വിചാരിക്കുക? നമ്മൾ ഇൻസൾട്ട് ചെയ്യണ മോഡലല്ലേ? കാരണം ഞാൻ സീരിയസ് ആയി സംസാരിക്കുമ്പോൾ മൂപ്പരെന്താ ഒരു തമാശാക്കണം. നമ്മൾ ആലോചിച്ച് നമ്മൾ അള്ളാഹിനോട് സംസാരിച്ചുകൊണ്ടിരിക്കും. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അള്ളാഹിനോട് സംസാരിക്കണം. സമി അല്ലാഹു ലിമൻ ഹമിദ എന്നൊക്കെ പറയുമ്പോൾ റബ്ബന വലക്കൽ ഹംദ് എന്ന് അള്ളാഹിനോട് നമ്മൾ നേരിട്ട് സംസാരിക്കണം. ആ അള്ളാഹിനോട് സംസാരിക്കുമ്പം നമ്മളിങ്ങനെ അശ്രദ്ധമായി അല്ലെങ്കിൽ ഒരു എന്താ പറയുക കൂട്ടുവായ കെട്ടിങ്ങനെ എന്ന് പറഞ്ഞാൽ ശരിക്കും അതൊരു പിന്നെ അദബുൽ ഖിലാഫ് എന്ന് പറഞ്ഞാൽ ഒരു അദബ് കേടാണ് നിസ്കാരത്തിൽ. അതുകൊണ്ടാണ് വിശ്വാസം ഒരു പിന്നെ ആവേശത്തോടും ഒരു ഉന്മേഷത്തോടും നിസ്കരിക്കേണ്ടത്. അതിൻ്റെ ഭാഗം അതിന് പണ്ഡിതന്മാർ ഒരുപാട് കാര്യം പറഞ്ഞിട്ടുണ്ട്. ഖുശൂ എങ്ങനെ നിസ്കാരത്തിൽ ഖുശൂ ഉണ്ടാകുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് മാത്രം പുസ്തകം എഴുതിയ പണ്ഡിതന്മാർ. പിന്നെ ഷെയ്ഖ് മുനജ്ജിദിൻ്റെ ഒരു പുസ്തകം തന്നെ കാണാം, നിസ്കാരത്തിൽ ഖുശൂ ഉണ്ടാകുന്ന 36 കാരണങ്ങൾ എന്ന് പറഞ്ഞിട്ട്. 36 കാര്യം നമ്മളൊന്ന് വായിക്കേണ്ട പുസ്തകമാണ്. നിസ്കാരത്തിൽ ഖുശൂ, പല ആളുകളും പരാതി പറഞ്ഞത് വെച്ചാൽ നിസ്കാരത്തിൽ ഖുശൂ കിട്ടുന്നില്ല. ഖുശൂ കിട്ടണമെങ്കിൽ അതിന് ഒന്ന് വുദൂ ശരിയാകണം. അതുപോലെ നമ്മൾ നിസ്കരിക്കുന്ന സ്ഥലവും വസ്ത്രമൊക്കെ ഒന്ന് വൃത്തിയാകണം. അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അതായത് നല്ല വസ്ത്രം ധരിച്ച് നിസ്കരിക്കുക, അതുപോലെ നല്ല സ്ഥലത്ത് നിസ്കരിക്കുക. ഇതൊക്കെ പിന്നെ നിസ്കാരത്തിൻ്റെ ഖുശൂ ഉണ്ടാകുന്ന. ഇപ്പം നമ്മൾ ഈ പിന്നെ ഗൾഫ് രാജ്യങ്ങളെ പള്ളിക്കൊക്കെ കയറുമ്പോൾ തന്നെ ഒരു വേറൊരു പിന്നെ ഇപ്പോൾ കുറച്ചൊക്കെ നമ്മുടെ നാട്ടിലും അൽഹംദുലില്ലാ ഉണ്ട്. എന്നാലും എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിൽ പണ്ടത്തെ പള്ളിയും ഗൾഫ് രാജ്യത്തെ പള്ളികൾ ആലോചിച്ച് നോക്കി. ആ പള്ളിക്ക് കയറുമ്പോൾ തന്നെ നമ്മൾ ആ പൗതി നിസ്കാരത്തിൻ്റെ ഒരു മാഹുലിക്കണ്ട് വരും. കാരണം എന്താ വെച്ചാൽ നമ്മുടെ മനസ്സ് അതിനെ പാകപ്പെടാണ്. നേരെ മറിച്ച് നമ്മളെ പള്ളിക്ക് വരുമ്പോൾ തന്നെ മുറ്റത്തന്നെ മൂത്രമൊക്കെ പണ്ടത്തെ പള്ളിയായിട്ട് മറപ്പെടില്ല എന്ന് പറഞ്ഞാൽ. പിന്നെ മാത്രമല്ല പായുണ്ടോ പണ്ടൊക്കെ, പായ് വാസനിക്കുണ്ടാവും. പള്ളിൻ്റെ ഉള്ളിലേക്ക് കയറുമ്പോൾ തന്നെ വേണം ഉണ്ടാവും. പിന്നെ പണ്ടത്തെ പള്ളിക്കാണെങ്കിൽ മറ്റേ ഇരുട്ടുകൊണ്ട് പള്ളിൻ്റെ ഉള്ളിലേക്ക് കയറാൻ തന്നെ കഴിയില്ല. ഔത്ത പള്ളിയും പുറത്തെ പള്ളിയും എന്ന് പറയാം. പണ്ടൊക്കെ ഈ അമ്പലവും പള്ളിയൊക്കെ ഒരേ ആശയമാണ് ഉണ്ടാക്കിയേ.
അതുകൊണ്ടാണ് ഈ തച്ച് ആ പള്ളിക്ക് കുറ്റിയെടുക്കുന്ന ആശാരി തന്നെയാണ്, ആ ആശാരി തന്നെയാണ് അമ്പലം ഉണ്ടാക്കുക. അതുകൊണ്ട് അമ്പലത്തിൻ്റെ ശൈലി തന്നെയായിരിക്കും പണ്ടത്തെ എല്ലാ അധികം പള്ളി ഉണ്ടാകുക. ഈ ഔത്തപ്പള്ളി, പുറത്തെ പള്ളി എന്ന് പറഞ്ഞാൽ ഔത്തപ്പള്ളിക്ക് പിന്നെ എന്താ പറയുക, ഒസാമാർ, കുയ്യന്മാർ ഇവർക്കൊന്നും കയറാൻ പാടില്ല. അതൊക്കെ ഔത്യം, അതൊക്കെ ഇപ്പോൾ പോയിട്ട് അൽഹംദുലില്ലാ. ഞാൻ പറഞ്ഞ വെച്ചാൽ പള്ളി അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുമ്പോൾ ഒരു നശാത്ത് കിട്ടണമെങ്കിൽ, ഒരു ഉന്മേഷം കിട്ടണമെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. മലക്കളെ സംബന്ധിച്ച് അള്ളാഹ് പറയാണ്, അവർ ഒരിക്കലും ക്ഷീണിക്കുന്നവരല്ല, ഇബാദത്ത് എടുത്തെടുത്ത് ക്ഷീണിക്കുന്നവരല്ല എന്ന് നബി അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കളെ സംബന്ധിച്ചിടത്തോളം പറയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കമുള്ള ആളുകളൊക്കെ അവരുടെ ജീവിതത്തിൽ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇബാദത്ത് അവർക്കൊരിക്കലും മടുപ്പ് വന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ബിലാലിലാണ് പറയാ, എന്തെങ്കിലും പ്രയാസം വന്നാൽ അരിഹ്നാ ബിസ്സലാത്തി യാ ബിലാൽ, ബിലാലെ നിസ്കാരം കൊണ്ട് നമുക്ക് കുറച്ച് റാഹത്ത് ഉണ്ട് എന്ന് പറഞ്ഞ് നിസ്കാരം അവർക്ക് അസ്വലാത്ത് ഖുറത്തു ഐനി എന്നല്ല വിശ്വാസം പറഞ്ഞു. നിസ്കാരം എൻ്റെ കൺകുളിർമയാണ്. നിസ്കരിച്ചാൽ മനസ്സിന് ആശ്വാസം ഉണ്ടാവും. നമുക്ക് എന്താ വെച്ചാൽ ആശ്വാസം ഇല്ലെങ്കിൽ നമുക്ക് നിസ്കാരം തന്നെ ഉണ്ടാവില്ല. നമുക്ക് ടെൻഷൻ വന്നാൽ നിസ്കരിക്കൂല, അങ്ങനെ ഉണ്ടാകുക. അങ്ങനെയല്ല വേണ്ട. ഇനി അല്ലാഹ് പറയും യുസബ്ബിഹൂന ലൈല വന്നഹാർ. യുസബ്ബിഹൂന അവിടെ നിങ്ങൾ ആലോചിച്ചൊക്കെ പുല്ലിംഗ രൂപത്തിലായിട്ട് അല്ലാഹ് പ്രയോഗിച്ച്. ഇസ്തഹ്സിറൂ എന്നുള്ള പുല്ലിംഗ രൂപമാണ്. അതുപോലെ തന്നെ യുസബ്ബിഹൂന ലൈല വന്നഹാർ അവിടെയൊക്കെ പുല്ലിംഗാണ് എന്ന് പറഞ്ഞാൽ മലക്കുകള് അള്ളാഹുവിൻ്റെ പെൺകുട്ടികളാണ് എന്ന ആ ഒരു വാദത്തും കൂടി അള്ളാഹ് എന്ത് ചെയ്യണം, അവിടെ ഗണ്ണിക്കാണ്. കാരണം മലക്കുകൾ അള്ളാഹിൻ്റെ പെൺകുട്ടികളാണെന്നുള്ള ഒരു വാദിക്കണ്. ആര് വാദിക്കണ്? മക്കത്തെ മുശ്രിക്കുകൾ. അതുകൊണ്ട് തന്നെ അവിടെ അള്ളാഹ് പുല്ലിംഗാണ് അവിടെ യസ്തഹ്സിറൂന യുസബ്ബിഹൂൻ, അവർ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കും. എപ്പോ? അല്ലൈല വന്നഹാർ, രാവും പകലും. രാവിലും പകലിലും എന്ന് പറഞ്ഞാൽ ദിനേന ദിവസം മുഴുവനും അള്ളാഹുവിനെ തസ്ബീഹ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹു നീ എത്ര പരിശുദ്ധനാണ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അവർ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ലാ യഫ്തുറൂൻ, അവർക്ക് മടുപ്പ് വരികയില്ല. ഇസ്തഹ്സറ എന്ന് പറഞ്ഞാൽ ക്ഷീണം വരികയില്ല. അതുപോലെ തന്നെ യഫ്തുറൂൻ, ഫത്ര എന്ന് പറഞ്ഞാൽ ഒരു പ്രവർത്തനം ചെയ്തിട്ടുള്ള ഇടവേളക്കാണ് ഫത്ര. ഇപ്പം നമ്മൾ ഫത്രത്ത് എന്ന് പറയില്ല, ഫത്ര ഇന്റർവെൽ എന്നൊക്കെ ഫത്രത്ത് എന്ന് പറയും. അതായത് ഇപ്പോൾ 2 പീരീഡ് കഴിഞ്ഞ ഒരു ഇന്റർവെൽ ഉണ്ടാവില്ലേ സ്കൂളിലൊക്കെ, അതിന് ഫത്രത്ത് എന്ന് പറയും. ഫത്ര അതാണ് ഫിഅൽ. ഫത്ര എന്ന് പറഞ്ഞാൽ ഇടവേള എന്നർത്ഥം. അതായത് ഇവിടെ ഉദ്ദേശം എന്താ വെച്ചാൽ പിന്നെ മടുപ്പ് വരിക. അതായത് എപ്പോഴാണ് ഇടവേള ആവശ്യം ഉണ്ടാകുക? ഇപ്പം നമ്മളൊരു കാര്യങ്ങൾ ചെയ്ത് പിന്നെ ക്ഷീണം വരുമ്പോൾ അല്ലേ, ക്ഷീണം വരുമ്പോൾ നമുക്കൊരു ഇടവേള എന്നൊരു ഫ്രഷ് ആകാനായി. അപ്പം അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പിന്നെ ക്ഷീണിച്ചു കൊണ്ടവർക്ക് ഇബാദത്ത് എടുത്തുകൊണ്ട് ക്ഷീണം വരികയില്ല. ലാ യഫ്തുറൂൻ, അവർക്ക് മടുപ്പും വരികയില്ല. ആരാധിച്ച് ഒരു മടുപ്പ് വരുന്ന അവസ്ഥ ഒരിക്കലും അവർക്കുണ്ടാവുകയില്ല. എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് തസ്ബീഹുകൾ ചെയ്ത് അള്ളാഹുവിനെ ഇബാദത്തുകൾ ചെയ്ത് ജീവിക്കുന്നവരാണ് ആര്? മലായിക്കത്തുകൾ. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മളെക്കാളൊക്കെ എത്രയോ പരിശുദ്ധന്മാരായ അള്ളാഹുവിൻ്റെ മലായിക്കത്തുകൾ അള്ളാഹുവിനുള്ള തസ്ബീഹിലും ഇബാദത്തിലുമൊന്നും അവർ ഒരു വീഴ്ചയും വരുത്തുന്നില്ല. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മളടക്കമുള്ള എല്ലാവരെയും സംബന്ധിച്ചാലും പറഞ്ഞു, നമുക്ക് അള്ളാഹുവിനെ ആരാധിക്കാനും അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് തസ്ബീഹ് ചെയ്യാനും തഹ്മീദ് ചെയ്യാനും നമുക്കെന്തില്ല, നേരല്ല. നമുക്ക് നിസ്കാരം കഴിഞ്ഞാൽ വാട്സപ്പ് വർക്കാണ്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അള്ളാഹു അക്ബർ പറയാൻ കൂടി നേരമില്ല. പണ്ടാരെ പറഞ്ഞ മോഡല് അള്ളാഹ് സ്വീകരിച്ചെന്നുള്ള മെസ്സേജ് ആയിട്ട്, നിസ്കാരം സ്വീകരിച്ചെന്നുള്ള മെസ്സേജ് ആയിട്ട് ഒന്ന് നോക്കാൻ വേണ്ടി തുറക്കാൻ പറഞ്ഞ പോലെ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്നുള്ളത് നോക്കാൻ നമുക്ക് നേരില്ല. നമ്മൾ അധിക സമയം നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളിപ്പോൾ ഈ മൊബൈലിലൊക്കെ സ്ക്രീൻ ടൈം എന്ന് പറഞ്ഞാൽ നോക്കാൻ കഴിയുമല്ലോ. ഒരാഴ്ച നമുക്ക് എത്ര നമ്മുടെ സ്ക്രീൻ ടൈമൊക്കെ നോക്കാം. അതിൻ്റെ സംവിധാനമൊക്കെ ഗൂഗിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാ ഫിത്തിനും ഉണ്ടാക്കുകയും ചെയ്യും. അതിനൊക്കെ നമുക്ക് പരിഹാരം മുപ്പരനെ പറഞ്ഞു തരും ചെയ്യും. ശരിക്കും നമ്മളൊക്കെ സ്ക്രീൻ ടൈം നോക്കിക്കഴിഞ്ഞാൽ എത്രയോ മണിക്കൂറുകളാണ്. പക്ഷെ നമ്മുടെ ഖുറാൻ്റെ നമ്മുടെ ടൈമോ, നമ്മുടെ സ്ക്രീൻ ടൈമും നമ്മൾ ഖുറാൻ ടൈമും നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു പിന്നെ ഫോണിൽ ഓപ്ഷൻ ഉണ്ടല്ലോ, നമ്മൾ ഏത് ആപ്പാണ് കൂടുതൽ ഉപയോഗിച്ചതെന്ന്. നമ്മളെല്ലാവരെയും അധികം ഉപയോഗിച്ച ആപ്പ് ഏതേക്കാരം? വാട്സപ്പേക്കാരം. ഫേസ്ബുക്ക് എന്തൊന്നും നമുക്ക് ഇല്ലാത്തതുകൊണ്ട് പിന്നെ അത് അധികം ഉപയോഗിക്കില്ല. എന്ന് പറഞ്ഞാൽ
പിന്നെ വാട്സപ്പിലാണ് അധികം ഉണ്ടാകുക. ഈ വാട്സപ്പിൽ എന്താണ് ആ വാട്സപ്പിൽ നിന്ന് ഇൽമ് കിട്ടുന്നത്? ഒരു 100-ൽ എത്ര ശതമാനം ഉണ്ടാവും? വാട്സപ്പിൽ നിന്ന് നമുക്കൊരു പുതിയ ഒരു ദിവസം നമുക്ക് കിട്ടുക, വാട്സപ്പിൽ നിന്ന് ഒരു പുതിയ ഇൽമ് കിട്ടുന്ന എത്ര ശതമാനം ഉണ്ടാവും? എത്ര? അത് ഓരോരുത്തരെ അനുസരിച്ചുണ്ടാവും. എന്ന് പറഞ്ഞാൽ വളരെ കുറവല്ലേ. എന്നാൽ പിന്നെ പന്തലിക്കാരൊരു ഗ്രൂപ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ ക്ലാസ്മേറ്റേഴ്സിൻ്റെ വേറെ ഗ്രൂപ്പ് ഉണ്ടാവും, അല്ലെങ്കിൽ പിന്നെ ആ നാട്ടിലെ നൂറായിരം ഗ്രൂപ്പുകളാണ്. ഇത് മുഴുവൻ നോക്കി അതിനൊക്കെ മറുപടി പറയണം നമ്മൾ. നിങ്ങൾ ആലോചിച്ച് എത്ര സമയമാണ് നമുക്ക് പോണത്. എൻ്റെ അടുത്ത് ഇനി വാട്സപ്പ് വേണ്ടെന്നല്ല കേട്ടോ. പിന്നെ നമ്മളെപ്പോഴും മനസ്സിലാക്കണം, നമുക്കൊരാൾ ഫ്രീ ഒരു സാധനം തരുന്നുണ്ടെങ്കിൽ, സാധാരണ പറയണ്ടല്ലോ, ഒരാൾ ഒരു ഫ്രീ തരുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം നമ്മളൊരു ഉപഭോക്താവാണ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കസ്റ്റമറാണ് അവരെ. മനസ്സിലായില്ലേ? ഇപ്പം ഞാൻ നിങ്ങൾക്കൊരു വെറുതെ ഒരു സാധനം തരുന്നുണ്ടെങ്കിൽ എനിക്കെന്തുണ്ടാവും? ഒരു ലക്ഷ്യം ഉണ്ടാവും. നിങ്ങൾക്ക് വെറുതെ ഒരു സാധനം ഞാൻ തരികയാണെങ്കിൽ എനിക്ക് അതിനൊരു ലക്ഷ്യം ഉണ്ടാവും. വാട്സപ്പ് നമുക്ക് വെറുതെ സർവീസ് തരുന്നുണ്ടെങ്കിൽ അതിനെന്തുണ്ട്? ഓർക്കൊരു ലക്ഷ്യമുണ്ട്. ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? അത് നമുക്ക് മനസ്സിലാവും. അവൻ പറഞ്ഞ വെച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്ത് ചെയ്യുന്നതിൽ അവർ ഒരിക്കലും ക്ഷീണം വരുത്തുന്നവരല്ല, ഒരിക്കലും മടുപ്പ് അവർക്ക്. അതാണ് ഫത്ര എന്ന് പറഞ്ഞാൽ മടുപ്പുണ്ടാകുക. അത് മലക്കുള്ളൊരു സ്വഭാവമല്ല. അത് അള്ളാഹുവിനെ നിരന്തരം അവർ ആരാധനകൾ അർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മലക്കുകളെപ്പോലെ നമുക്ക് ആകാൻ കഴിയില്ല. പക്ഷേ കുറച്ചൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഈ തസ്ബീഹും അതുപോലെ തന്നെ ദിക്റുകളും ദുആകളൊക്കെ കുറച്ചൊക്കെ നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമായി നമ്മൾ കൊണ്ടു നടക്കേണ്ടതാണ്. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അമിത്തഖദു ആലിഹത്തൻ മിനൽ അർളി ഹും യുൻശിറൂൻ. ഈ ആളുകൾ അമിത്തഖദു അവർ സ്വീകരിച്ചിരിക്കുകയാണോ, ആലിഹത്തൻ. ആലിഹത്തൻ എന്ന് പറഞ്ഞാൽ ഇലാഹു എന്നുള്ളതിന്റെ ബഹുവചനാണ് ആലിഹത്ത്. ആരാധ്യന്മാരവർ സ്വീകരിച്ചിരിക്കുകയാണോ, മിനൽ അർളി ഭൂമിയിൽ നിന്ന്. ഭൂമിയിലാണ് ആരാധ്യന്മാരുള്ളത്, മനുഷ്യന്മാരും ജിന്നുകളൊക്കെ. അതുപോലെ തന്നെ മറ്റുള്ള മരങ്ങളും കല്ലുകളും ഈ മയ്യത്തുകളൊക്കെയാണ് ആളുകൾ ആരാധ്യന്മാർ. ആ ആരാധ്യന്മാർ അവർ സ്വീകരിച്ചിരിക്കുകയാണോ? അതിന് അല്ലാഹു ചോദിക്കാണ്, ഹും യുൻശിറൂന, അവർ മരിച്ചവരെ ജീവിപ്പിക്കുന്നവരാണോ? അപ്പൊ മരിച്ചവരെ ജീവിപ്പിക്കുന്ന വല്ല ആരാധ്യന്മാരെയും ഭൂമിയിൽ നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയുമോ എന്ന് അല്ലാഹു ചോദിക്കണേ. പക്ഷെ ഈ ആയത്തൊക്കെ പിന്നെ നമ്മുടെ സമസ്തക്കാരെ മുമ്പിൽ പൊളിയിട്ടോ. കാരണം എന്താ? എത്ര മരിച്ചവരെ ജീവിപ്പിച്ചിട്ടുണ്ട് CM മടവൂരൊക്കെ. അല്ലാഹു ചോദിക്കണം എന്താ? അം ലഹും ആലിഹത്ത് അമിത്തഖദു ആലിഹത്തൻ മിനൽ അർളി ഹും യുൻശിറൂൻ. അവർ മരിച്ചവരെ ജീവിപ്പിക്കുമെന്ന് പറഞ്ഞാൽ കഴിയൂല എന്ന് പറഞ്ഞു. മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയണ ഒരു ഇലാഹും എന്തില്ല, ഭൂമിയിൽ ഇല്ല. പക്ഷെ നമ്മുടെ സമസ്തക്കാരത്തുണ്ട്. മനസ്സിലല്ലേ? പിന്നെ മൊയ്തീ ശേഖും പിന്നെ ഒരു പാതിരിയും കൂടി പോയിന്നാ. മൊയ്തീ ശേഖും ഒരു പാതിരിയും തമ്മിൽ തർക്കമുണ്ടായി. അപ്പൊ തർക്കമുണ്ടായത് എന്താ വെച്ചാൽ, ക്രിസ്ത്യൻ പാതിരി എൻ്റെ നബി എന്ത് ചെയ്തിട്ടുണ്ട്? മരിച്ചവരെ ജീവിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളെ നബി ജീവിപ്പിച്ചില്ലല്ലോ. അപ്പൊ ആരാ വലുത്? എൻ്റെ നബിയാണ്. എന്നാൽ ഈസാ നബിയാണ് വലുത്. നിങ്ങളെ നബി ചെറുതാണ്. അപ്പം മൊയ്തീ ശേഖ് പോയിന്നാ. മൊയ്തീ ശേഖ് പോയിട്ട് ഒരു ഖബർസ്ഥാനത്തിൻ്റെ അടുത്ത് പോയി, പിന്നെ മഖബറിൻ്റെ അടുത്ത് പോയി. എന്നിട്ട് ഖബർ ചൂണ്ടിക്കാണുന്നു, കുമ്പി ഇതിനിയർ. ഈസാ നബി അള്ളാന്റെ ഇതിനോടല്ലേ ജീവിപ്പിച്ച്? ഇതിനില്ല എന്നല്ലേ? കുമ്പി ഇതിനി, എൻ്റെ ഇതിനോടാണ് നീച്ചു വന്നു. അപ്പൊ അതാണ് നീച്ചു പറഞ്ഞത്. ആലോചിച്ച് നോക്കണം. അപ്പൊ ഈസാ നബി മരിച്ചവർ ജീവിപ്പിച്ച് അള്ളാന്റെ ഇതിനോടാണെങ്കിൽ ആ റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിന്റെ കുട്ടിയായ മൊയ്തീ ശേഖിന്റെ ഇതിനോടുകൂടി എന്ത് ചെയ്ത് ജീവിപ്പിച്ച്. അപ്പൊ ആരാ വലുത്? അപ്പൊ റസൂലുള്ളാഹിന്റെ പേരക്കുട്ടിക്ക് മരിച്ചവർ ജീവിപ്പിക്കാൻ കഴിയുമെങ്കിൽ നബിക്ക് എത്ര കഴിയും? അപ്പൊ അതാണ്. അപ്പൊ ആര് ജയിച്ച്? പാതിരി ഉത്തരം മുട്ടി പാതിരിയില്ല. ആലോചിക്കുകയാണ്. അള്ളാന്റെ ഖുർആൻ അവിടെ പൊളിയുന്നത്. അള്ളാന്റെ ഖുർആനെതിരല്ലേ? മരിച്ചവരെ അതാണ് ഹും യുൻശിറൂൻ, മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയുന്ന വല്ല ഇലാഹുകളും ഭൂമിയിൽ അവർ സ്വീകരിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദിക്കണ്. അങ്ങനില്ല. ഒരാൾക്കും മരിച്ചവരെ ജീവിപ്പിക്കാൻ കഴിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നെ അതിന് പ്രത്യേകമായ ചില സംഗതികളുണ്ട്. അതായത് പിന്നെ
അത് ചില ആളുകൾക്ക് അള്ളാഹു ആദ്യത്തെ നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഏതുപോലെ ചോദിച്ചാൽ ദജ്ജാൽ വരും, ഒരാളെ കൊല്ലും. ആ കൊന്ന ആള് രണ്ടാമത് എണീക്കാൻ പറയും. അത് ദജ്ജാൽ അള്ളാഹ് കൊടുത്ത കഴിവല്ല, അള്ളാഹു ദജ്ജാലിലൂടെ പ്രകടിപ്പിക്കാൻ. അതേ സമയത്ത് നിങ്ങൾ ആലോചിച്ച് ചില ആളുകൾ ഇപ്പൊ മുസ്ലിയാക്കന്മാരൊക്കെ പറഞ്ഞു ദജ്ജാലിന് അള്ളാഹ് കഴിവ് കൊടുത്തിട്ടുണ്ടെന്നാണല്ലോ പറഞ്ഞത്. ദജ്ജാലിന് അങ്ങോട്ട് പോകാനൊക്കെ ഉള്ളു. എന്നാൽ റസൂൽ പറഞ്ഞ എന്താ, ദജ്ജാലിന്റെ ഒരു കണ്ണ് കോങ്കണ്ണായിരിക്കും. അപ്പൊ ഈ കണ്ട കഴിവ് മുഴുവൻ കൊടുത്ത് കിട്ടിയ ദജ്ജാലിന് ആദ്യം എന്താ ദജ്ജാൽ ശരിയാക്കണ്ടേ? ഓന്റെ കോങ്കണ്ണ് ശരിയാക്കല്ല നോക്കണ്ടേ? അത് ശരിയാക്കാൻ കഴിയോ? ഇല്ല. ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിക്കും, ഭൂമിയിൽ നിന്ന് സ്വർണ്ണം എടുക്കും എന്നൊക്കെ പറയുന്ന ആ ദജ്ജാലിനെ സംബന്ധിച്ചിടത്തോളം ഇന്നഹു ആവർ, അവൻ ഒറ്റക്കണ്ണനാണ് എന്ന് പറഞ്ഞ കണ്ണ് ഒരു കണ്ണിങ്ങനെ മുന്തി നിൽക്കണ കണ്ണായിരിക്കും. പക്ഷെ ആ കണ്ണ് ശരിയാക്കാനുള്ള കഴിവാർക്കില്ല, ദജ്ജാലിനില്ല. അവന് ഉറപ്പായത് ഓന്റെ കഴിവല്ല, അവനിലൂടെ അള്ളാഹ് എന്ത് ചെയ്യാണ്? പ്രകടിപ്പിക്കാൻ. ഇപ്പൊ ഇബ്ലീസിന് ആയുസ് നീട്ടി കിട്ടി. ഇബ്ലീസ് നീട്ടിയതാണോ? അല്ലല്ലോ, അത് നീട്ടി കൊടുത്തല്ലേ. അപ്പൊ അതുപോലെയാണ് ദജ്ജാലിന്റെ കഴിവ്. അപ്പൊ അവിടെ റസൂൽ പറഞ്ഞ അവൻ മരിച്ചവർ ജീവിപ്പിക്കുന്നവർ, അത് ആ പ്രത്യേക സാഹചര്യത്തിൽ അവനോട് അള്ളാഹ് പ്രകടിപ്പിക്കുകയാണ്. അതല്ലാതെ ഓനെന്തല്ല, ദജ്ജാലിന്റെ കഴിവല്ല മരിച്ചവരെ ജീവിപ്പിക്കുക എന്നുള്ളത്. മാത്രമല്ല ഈസാ നബിയുടെയും കഴിവല്ല മരിച്ചവരെ ജീവിപ്പിക്കുക എന്നുള്ളത്. കാരണം എന്താ, ഈസാ നബി അള്ളാഹുവിന്റെ ഇതിനോടുകൂടി പറയുമ്പോഴാണ് എന്ത് ചെയ്യുക, ജീവിപ്പിക്കുക. മനസ്സിലായില്ലേ? അതല്ലാതെ സ്വതന്ത്രമായ കഴിവുകൾ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആഗ്രഹിക്കുന്നവർക്കെല്ലാം അങ്ങനെ ജീവിപ്പിച്ചു കൊടുക്കുന്ന രീതിയല്ല അവിടെ ഉള്ളത്. അപ്പോ അമിത്തഹദു ആലിഹത മിനൽ അർളി ഹും യുൻശറൂൻ. ഇതിന്നൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ, മരിച്ചവരെ ജീവിപ്പിക്കാൻ ആർക്കാണോ കഴിയുക അവനാണ് ആര്? ഇലാഹ്. മനസ്സിലല്ലേ? മരിച്ചവരെ ജീവിപ്പിക്കാൻ ആർക്കാണോ കഴിയുക അവനെ ഇലാഹാക്കാൻ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചാൽ മറ്റൊക്കെ മരിച്ചുപോയില്ലേ? ഈ പറയപ്പെടുന്ന ആളുകളെല്ലാം മരിച്ചു പോയവരാണ്. ആ മരിച്ചു പോയവരെ ജീവിപ്പിക്കാൻ ഒരാൾക്ക് കഴിയുമെങ്കിൽ അവനെയാണ് ഇലാഹായി സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ. പക്ഷെ ഈ ആളുകൾ അങ്ങനത്തെ ആളുകളല്ല ഇലാഹായി സ്വീകരിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കള്ളക്കഥകൾ മരിച്ചവരെ ജീവിപ്പിച്ചു, അങ്ങോട്ട് ജീവിപ്പിച്ചു. അപ്പോൾ മരിച്ച ആളുകളെ ജീവിപ്പിക്കാൻ കഴിവുള്ള ശേഷിയുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അവനാണ് ഇലാഹ്. അല്ലാത്തവരെ ഇലാഹാകാൻ യോഗ്യനില്ല. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ അതിന് കഴിയുള്ളൂ. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ സംഗതി എന്താ വെച്ചാൽ, ഭൂമിയിൽ മനുഷ്യന്മാർ ഒരുപാട് ഇലാഹുകളെ സ്വീകരിച്ചിട്ടുണ്ട്. മനുഷ്യന്മാരിലുണ്ട് ജിന്നുകളും മലക്കളും കല്ലും മരങ്ങളൊക്കെ അള്ളാഹ്ക്ക് പുറമെ ഇലാഹുകളെ അവർ സ്വീകരിച്ചവരാണ്. പക്ഷെ അങ്ങനെ വലിയ ഇലാഹുകളും യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ എന്താ സംഭവിക്കുക? അതാണ് അള്ളാഹ് പറഞ്ഞത്, ലൗ കാന ഫീഹിമാ ആലിഹത്തുൻ ഇല്ലല്ലാഹ്. ആകാശങ്ങളിലും ഭൂമിയിലും വാനത്തിലും അതുപോലെ തന്നെ ഭൂമിയിലും അള്ളാഹുവിന് പുറമെ, അള്ളാഹു അല്ലാതെ വേറെ ഇലാഹുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ, ലൗ കാന ഫീഹിമാ, ആ രണ്ടിലും അഥവാ ആകാശത്തിലും ഭൂമിയിലും ഉണ്ടായിരുന്നുവെങ്കിൽ എന്ത്? ആലിഹത്തുൻ, ഇലാഹുകൾ, ഇല്ലല്ലാഹ്, അല്ലാത്ത വേറെ കുറെ ഇലാഹുകളാണ് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നതെങ്കിൽ എന്തുണ്ടാകുക? ലഫസദതാ, ഭൂമിയും ആകാശമൊക്കെ ഫസാദാവും. നിങ്ങൾ ആലോചിച്ച്, ഒരു സെക്കൻഡ് പോലും ഭൂമിയും ആകാശം എന്തുണ്ടാവില്ല, നിലനിൽക്കോ? ഒരു ഇലാഹ് പറയാണ്, ഇന്ന് വേണമെങ്കിൽ സൂര്യനെ റെസ്റ്റ് എടുക്കുക. കുറെ കാലമായാലും അങ്ങനെ പോണ്, രാവിലെ എന്ന് റെസ്റ്റ് എടുക്കാൻ പറ്റും, നാളെ കൊടുക്കുക. തർക്കാവൂലേ എന്ന് പറഞ്ഞ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത് ഈ സൂര്യൻ. ഇന്ന് ആയിക്കോട്ടെ പോണ റൂട്ടൊന്ന് മാറ്റിയിട്ട് നമുക്ക് റൂട്ടൊന്ന് മാറ്റിയൊക്കെ ഒരു ബൈപ്പാസ് പറ്റുമോ? മാത്രമല്ല എന്തൊക്കെ ഒരു സ്ഥലത്ത് ഇപ്പോൾ ഓർക്കൊന്ന് മഴ കൊടുക്കാന്നൊരു പടച്ചോൻ പറയും. അപ്പം മറ്റേ പടച്ചോൻ പറയുന്നത് അത് വേണ്ട, നമുക്ക് പിന്നെ അടുത്ത കൊല്ലം കൊടുക്കാം എന്ന് പറഞ്ഞാൽ ദുനിയാവില്ല ഫസാദേ ഉണ്ടാവുള്ളൂ. ഒരിക്കലും എന്തുണ്ടാവില്ല, ഇസ്ലാഹ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഈ വാനവും ഭൂമിയും അതിലുള്ള എല്ലാ സർവ്വചരാചരങ്ങളും ഒരു ഫസാദില്ലാതെ പോകുന്നത് എന്തിന്റെ അടയാളാണ്? അള്ളാഹ് മാത്രമേ ഇലാഹുള്ളൂ എന്നുള്ളത്. അതുകൊണ്ട് അള്ളാഹു മാത്രമേ ഇലാഹുള്ളൂ എന്നുള്ളതിന്റെ ഒരു തെളിവ് അള്ളാഹ് അവിടെ പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ അള്ളാഹു മാത്രമേ ഇലാഹുള്ളൂ എന്നുള്ളതിന് പല തെളിവുകളുണ്ട്. ഒരു തെളിവ് എന്താ? ഒരു ഫസാദും ആകാശത്തും ഭൂമിയിലും ഇല്ല.
പിന്നെ ആകെ ഫസാദ് ഉണ്ട്. അതെന്തുകൊണ്ടാണ്? ലഹറൽ ഫസാദ് ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് അയ്ദിന്നാസ്. അതാണ് ഫസാദ്. ഭൂമിയിൽ ഫസാദ് ഉണ്ടാവണമെന്ന് അള്ളാന്റെ നിയമം കൊണ്ട് ഫസാദ് ഉണ്ടാവില്ല. ഫസാദ് ഉണ്ടാവണം എന്തുകൊണ്ടാണ്? ലഹറൽ ഫസാദ് ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് അയ്ദിൻ. മനുഷ്യന്മാരോട് ഫസാദ് ഉണ്ടാക്കുക, അള്ള ഫസാദ് ഉണ്ടാക്കില്ല. നിങ്ങൾ ആലോചിച്ച് ഭൂമിയുടെ അള്ളാഹുവിൻ്റെ എല്ലാം സിസ്റ്റമാറ്റിക് ആണല്ലോ, എല്ലാം നിയമവിധേയമാണ്. ചില ആൾക്ക് പറയുന്ന നിയമം നമുക്ക് നിയമം ബാധകമല്ല എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട് നമ്മളെ കൂട്ടത്തിൽ. അതായത് മൈ ബോഡി മൈ ചോയ്സ് എന്നൊക്കെ പറഞ്ഞ്, അതായത് പിന്നെ നിയമത്തിൻ്റെ ചങ്ങലകൾ എന്ത് ചെയ്യണം? പൊട്ടിക്കണം. നിയമം എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരെ അടിച്ചമർത്തണം. നിങ്ങൾ ആലോചിച്ച് ദുനിയാവിൽ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്നതുകൊണ്ടല്ലേ ഭൂമിയിലൊന്നും ഫസാദില്ലാത്ത. സൂര്യൻ ചന്ദ്രൻ എല്ലാം അള്ളാഹിന്റെ നിയമത്തിനനുസരിച്ചല്ലേ പോണത്. സൂര്യൻ തീരുമാനിച്ചതാണോ സൂര്യന്റെ ഭ്രമണപഥം? അല്ലല്ലോ. കുല്ലു ഫീ ഫലക്കിൻ യസ്ബഹൂൻ. എല്ലാം അതിന്റെ ഫലക്ക് ഇങ്ങനെ നീന്തി തുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അള്ളാഹാണ് അതിന്റെ ഫലക്ക് നിശ്ചയിച്ചത്. കുല്ലും ഫീ ഫലക്കിൻ യസ്ബഹൂൻ. ഓരോന്നിനും പോകേണ്ട ഫലക്കുണ്ട്. ആ ഫലക്ക് നിർണയിച്ചു കൊടുത്താരാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ടാണ് ആ റൂട്ടിലൂടെ മാത്രം പോണത്. അല്ലെങ്കിൽ ഓലക്കോല സ്വന്തം റൂട്ട് കൂടെ. നിങ്ങൾ ആലോചിക്കുക, നമ്മളിപ്പം ഈ പിന്നെ ഭൂമിയിൽ ഒരു സെക്കൻഡ് ട്രാഫിക് നിയമങ്ങൾ വേണ്ട, ഒരു മണിക്കൂർ ട്രാഫിക് നിയമങ്ങളൊക്കെ എടുത്തു കളഞ്ഞ എന്തേക്കാരം അവസ്ഥ? ഒറ്റ കുട്ടിക്ക് വണ്ടി ഇറക്കാൻ കഴിയോ? ഒരു മണിക്കൂർ കോഴിക്കോടങ്ങളിൽ ട്രാഫിക് നിയമങ്ങളൊന്നും ബാധകമല്ല നമ്മൾ പറഞ്ഞു നോക്കിയാണ് എന്താണ്ടാകുക? സ്പീഡ് പോകാൻ കഴിയോ? അത് ആകെ ജാമാവോ? ആകെ ജാമാവും. ഉറപ്പല്ലേ? കാരണം എന്താ വെച്ചാൽ അവനെ തോന്നിയിടത്തുകൂടെ വണ്ടി ഒട്ടും. കാരണം ആരും ചോദ്യം ചെയ്യാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് ഫസാദ് ഉണ്ടാവും. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ലൗകാന ഫീഹിമ ആലിഹത്തുൻ ഇല്ലല്ലാഹു ലഫസദത. ഫസാദ് ഉണ്ടാവുക തന്നെ ചെയ്യും. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല നിയമങ്ങൾ അനുസരിക്കുന്നതുകൊണ്ടാണ് ഫസാദ് ഇല്ലാത്തത്. ആ നിയമങ്ങൾ അനുസരിക്കുന്നവർക്കാണ് ഫസാദ് ഇല്ലാത്തത്. നിയമങ്ങൾ തെറ്റിക്കുന്നവർക്ക് ഫസാദ് ഉണ്ടാവും. മാത്രമല്ല ഫസുബ്ഹാനല്ലാഹ്, അതുകൊണ്ട് അള്ളാഹു എത്ര പരിശുദ്ധനാണ്. അള്ളാഹുവിൻ്റെ വഹദാനിയത്ത് അള്ളാഹു പറഞ്ഞു. കാരണം ഭൂമിയിലും അള്ളാഹുവിൻ്റെ ആകാശത്തും അള്ളാഹുവിൻ്റെ വഹദാനിയത്തുണ്ട്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മിൽക്കിയത്തുണ്ട്, അള്ളാഹുവിൻ്റെ ഇലാഹിയത്തുണ്ട്. എന്തുകൊണ്ട് തന്നെ ആകാശത്തിലും ഭൂമിയിലൊന്നും ഒരു ഫസാദും അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയിട്ടില്ല. മലക്കുകൾ അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കാണ്. സൂര്യൻ ചന്ദ്രൻ ആകാശങ്ങളെല്ലാം അള്ളാഹ് കീഴ്പ്പെട്ട് ജീവിക്കാണ്. എന്നിട്ട് അള്ളാഹ് പറയും ഫസുബ്ഹാനല്ലാഹ്, അള്ളാഹു എത്ര പരിശുദ്ധനാണ്. സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ ചെല്ലാറുണ്ടല്ലോ. സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു പരിശുദ്ധനാണ്. ഈ സബഹ് എന്ന പദത്തിൽ നിന്നാണ് സുബ്ഹാൻ ഉണ്ടായത്. സബഹുൻ, സബഹുൻ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ബഅുദ എന്ന, ബഅുദ വിദൂരമായി എന്നർത്ഥം. സബഹ് എന്ന് പറഞ്ഞാൽ വിദൂരമായി. സബഹുൻ എന്ന പദത്തിൽ നിന്നാണ് എന്തുണ്ടായത്? സുബ്ഹാൻ. അപ്പൊ സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു എത്ര വിദൂരത്താണ്. എന്തിൽ നിന്ന്? നീന്തൽ. അത് സബഹ എന്നുള്ള ഫിഅലാണ്. ഇത് സബഹുൻ, സബഹ് എന്നുള്ള ഇസ്മാണ്. സബഹ എന്ന് പറഞ്ഞാൽ നീന്തി അർത്ഥമുണ്ട്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല എത്ര വിദൂരത്താണ്, അതാണ് അള്ളാഹു പരിശുദ്ധ. അതായത് അള്ളാഹു എത്ര വിദൂരത്തെന്ന് പറഞ്ഞാൽ ഈ ആളുകൾ അള്ളാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഐബുകൾ ഉണ്ടല്ലോ, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഈ അള്ളാഹുവിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഐബുകൾ, അള്ളാഹ്ക്ക് കുട്ടിയുണ്ട്, സന്താനമുണ്ട്, അതുപോലെ തന്നെ പിന്നെ അള്ളാഹു ഫക്കീറാണ് എന്നിങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല സംബന്ധിച്ചിടത്തോളം അവർ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ഐബുകളിൽ നിന്നും, എല്ലാ നഖ്സുകളിൽ നിന്നും അഥവാ പോരായ്മകളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധനാണ്. അതുകൊണ്ട് സുബ്ഹാനല്ലാഹ് ഏറ്റവും വലിയ ദിക്റാണ്. അള്ളാഹുവിൻ്റെ പരിശുദ്ധിയെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വയം വാഴ്ത്തുകയാണ് അവിടെ. കാരണം അള്ളാഹു സ്വയം വാഴ്ത്തുന്ന പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അതിൻ്റെ അർഹത ഉണ്ട്. അപ്പൊ അള്ളാഹു സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു എത്ര പരിശുദ്ധനാണ് എന്ന് പറഞ്ഞാൽ ഈ പറയപ്പെട്ട ഐബുകളിൽ നിന്നും ഈ പറയപ്പെട്ട പിന്നെ പോരായ്മകളിൽ നിന്നും എല്ലാം അള്ളാഹു മുക്തനാണ് എന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ ഒരു നിലക്കുമുള്ള ഐബ് ആർക്കില്ല? അള്ളാഹ്ക്കില്ല. അള്ളാഹുവിനെ വിശേഷിപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു കലിമത്താണ് സുബ്ഹാനല്ലാഹ്. അള്ളാഹു എല്ലാ ഐബുകളിൽ നിന്നും എല്ലാ പോരായ്മകളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല മുക്തനാണ്. ഇതാണ് സുബ്ഹാനല്ലാഹ്.
എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാൻ അവൻ റബ്ബിന്റെ അർശിന്റെ റബ്ബ് കൂടിയാണ്. സുബ്ഹാനല്ലാഹി, അവൻ ആരാണ്? അള്ളാഹു റബ്ബിൽ അർശ്, അള്ളാഹുവിന്റെ അർശ്. അതിനെ സംബന്ധിച്ച് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അർ-റഹ്മാൻ അൽ അർശി ഇസ്തവ എന്ന സൂറത്ത് താഹന്റെ ആയത്ത് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ അർശാണ് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും വലുത്. അള്ളാഹിന്റെ സൃഷ്ടികളിൽ ഏറ്റവും വലുത് അള്ളാഹുവിന്റെ അർശാണ്. ആ അർശി ലോകത്തിന് ഖുബ്ബ പോലെ നിലനിൽക്കാൻ, ഈ പ്രപഞ്ചത്തിന്റെ മുകളിൽ ഒരു ഖുബ്ബ പോലെ എന്ന് പറഞ്ഞാൽ അതിനെ വലയം ചെയ്തിട്ടാണ് അള്ളാഹുവിന്റെ അർശുള്ളത്. ആ അർശിന്റെ കീഴാണ് എല്ലാ ആകാശവും ഭൂമിയും അതുപോലെ തന്നെ ജീവജാലങ്ങളും എല്ലാം അള്ളാഹുവിന്റെ അർശിന്റെ താഴെയാണ്. കുർസി അവിടുത്തെ താഴെയാണ്, അവന്റെ അർശിന്റെ താഴെയാണ് കുർസി. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ പാദങ്ങൾ വെക്കുന്ന സ്ഥലമാണ് കുർസി, മൗദിഉൽ ഖദമൈൻ, അതാണ് കുർസി. കുർസിയും അർശും തമ്മിലുള്ള വ്യത്യാസം, വലിപ്പ വ്യത്യാസങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വലിയ വിശാലമായി കിടക്കുന്ന ഒരു മരുഭൂമിയിലെ ഒരു ചെറിയ വളയം, ഇരുമ്പിന്റെ വളയം. അപ്പൊ ഇരുമ്പിന്റെ വളയം അള്ളാഹുവിന്റെ കുർസിയാണെങ്കിൽ വിശാലമായി കിടക്കുന്നതാണ് അള്ളാഹുവിന്റെ അർശ്. ഈ കുർസീനെ പറ്റിയാണ് അള്ളാഹ് പറഞ്ഞത് വസിഅ കുർസിയു സമാവാതി വൽ അർദ്. അപ്പൊ നിങ്ങൾ ആലോചിക്കും, മനുഷ്യനൊരു ചിന്തിക്കുന്നതിനെ പറ്റിപ്പോലും ചിന്തിക്കാൻ പറ്റാത്ത അത്രയും വിശാലമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആധിപത്യം എന്ന് പറഞ്ഞു. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ അത് എല്ലാ അർത്ഥത്തിലും അക്ബറാണ് എന്ന് പറയാം. അള്ളാഹു ആണ് ഏറ്റവും വലിയ, അള്ളാഹുവിന്റെ സൃഷ്ടികളെക്കാൾ അവന് വലുതാണല്ലോ. അള്ളാഹുവിന്റെ ദാത്ത് അള്ളാഹുവിന്റെ സൃഷ്ടികളെക്കാൾ എന്താണ്? വലുതാണല്ലോ. അപ്പൊ നിങ്ങൾ ആലോചിക്കുമ്പോൾ അള്ളാഹിന്റെ മുമ്പിൽ, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ അള്ളാഹിന്റെ മുമ്പിൽ പോട്ടെ, അള്ളാഹുവിന്റെ മലക്കിന്റെ മുമ്പിൽ നമ്മൾ നിന്നാൽ പോലും നമ്മളൊന്നുമല്ല. മനസ്സിലല്ലേ? അതാണ് സുബ്ഹാനല്ലാഹ്, അള്ളാഹു എത്ര പരിശുദ്ധനാണ്. റബ്ബിൽ അർശ്, അവൻ അർശിന്റെ റബ്ബാണ്. ആ അർശിനെ പോലും നിയന്ത്രിക്കുന്ന അർശിന്റെ ഉടമസ്ഥനായ റബ്ബാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. ആ അങ്ങനെയുള്ള പടച്ചറബ് അമ്മാ യസിഫൂൻ, അവർ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഔഹാമുകളെ കുറിച്ച്, അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നഖ്സുകളെ കുറിച്ച്, അതിൽ നിന്ന് അള്ളാഹു എത്ര പരിശുദ്ധനാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ സംബന്ധിച്ച് ഒരിക്കലും ഒരു പോരായ്മയുള്ള വാക്ക് നമുക്ക് പറയാൻ പാടില്ല. അതുകൊണ്ടാണ് അള്ളാഹുവിനെ കുറിച്ച് എന്ത് പറയുമ്പോഴും അള്ളാഹും റസൂലും പറഞ്ഞതില്ലാത്തത് നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? പറയാൻ പാടില്ല. കാരണം അതുപോലെ അള്ളാഹ്ക്ക് ഐബായി മാറിയേക്കാം. അതുകൊണ്ടാണ് അള്ളാഹ്ക്കില്ലാത്ത പേര് നമ്മൾ പറയാൻ പാടില്ല, അള്ളാഹ്ക്കില്ലാത്ത വിശേഷണം പറയാൻ പാടില്ല, അള്ളാഹ് പറഞ്ഞതിൻ്റെ അപ്പുറത്തേക്ക് പറയാൻ പാടില്ല. ഇതൊക്കെ എന്തുകൊണ്ടാണ് ചോദിച്ചാൽ അതൊക്കെല്ലാം അള്ളാഹുവിൻ്റെ മഹത്വത്തിലുള്ള നഖസ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മഹത്വത്തിന് യോജിക്കാത്ത കാര്യങ്ങളായി മാറിയിരിക്കും. പക്ഷെ ഇന്നിപ്പോൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആലോചിക്കും, നമ്മുടെ മുസ്ലിം ഖൗമിൽപ്പെട്ട ആളുകളെ പോലും അള്ളാഹ് എവിടെ ചോദിച്ചവരെന്താ പറയാ? എല്ലായിടത്തും ഉണ്ട്. ഇതിനേക്കാൾ വലിയ അള്ളാഹ്ക്ക് ഐബ് വേറുണ്ടോ? അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ സ്ഥലത്തും മാത്രമല്ല, വേറെ ചില ആൾക്കാർ പറഞ്ഞെന്ന് വെച്ചാൽ എല്ലാം അള്ളാഹാണ്. അതാണല്ലോ മറ്റേ ഇബ്നു അറബിയൊക്കെ പറഞ്ഞത്, സുബ്ഹാനി സുബ്ഹാനി എന്നവൻ പറയാം ഇബ്നു അറബി. നമ്മളൊക്കെ സുബ്ഹാനല്ലാഹ് എന്നല്ല അറിയാം, അള്ളാഹ് അത്ര പരിശുദ്ധൻ. കാരണം സുബ്ഹാനി സുബ്ഹാനി എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ പരിശുദ്ധൻ, കാരണം ഞാൻ തന്നെ അള്ളാഹാണ്. അതാണ് സൂഫികൾ പറഞ്ഞത്, മൂസാ നബിക്ക് തൗഹീദ് തിരിഞ്ഞില്ല, ഫിറഔനാണ് തൗഹീദ് തിരിഞ്ഞത്. നിരീച്ച ഫിറഔൻ മുസ്ലിമാന്ന് നിരീച്ചിട്ട് മലയാളത്തിൽ നമ്മളവിടെ പെരിന്തൽമണ്ണൊക്കെ വായിച്ചില്ല, ഒറ്റ മുസ്ലിയാക്കന്മാർ മറുപടി അറിഞ്ഞില്ല. ഫിറഔൻ മുസ്ലിമായിട്ടാണ് മരിച്ചത്. കാരണം എന്താ? മാത്രമല്ല ഫിറഔൻ മുസ്ലിമാണെന്ന് വിവരം മൂസാ നബിക്ക് അറിഞ്ഞിട്ടില്ല. അപ്പൊ മൂസാ നബി, ഫിറഔൻ മരിച്ചാൽ മൂസാ നബി മയ്യത്ത് നിസ്കരിക്കൂല, കുളിപ്പിക്കൂല. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വെള്ളത്തിൽ മുക്കി കൊന്നത്. അള്ളാഹ് മയ്യത്തൊൽപ്പിച്ച് പുറത്ത് കിടത്തിയെന്ന എഴുതിച്ചാണ് സൂഫികൾ. മനസ്സിലായില്ലേ? ഇതിനേക്കാളൊക്കെ അള്ളാഹുവിന് തെറി പറയുന്ന വാക്കുണ്ടോ? ഞാൻ പടച്ചവനാണ്, അനല്ലാന്ന് ഹല്ലാജ് പറഞ്ഞു. ആലോചിക്ക്, ഈ അനല്ലാന്ന് അവൻ പറയണമെങ്കിലും അവൻ നാവ് ചവിക്കണ്ടേ? അത് ഓനെ സ്വന്തം ചലിപ്പിക്കാൻ കഴിയോ? അത് ചിന്തിക്കണില്ലല്ലോ. അനല്ലാന്ന് അവൻ പറയുമ്പോഴേ ഓൻ്റെ നാവ് ഇങ്ങനെ കിടന്ന് പടക്കണ്ടേ? അതുപോലും അവന് പടക്കാൻ, ഓൻ സ്വന്തമായിട്ട് ചലിപ്പിക്കാൻ കഴിയില്ല. അത്രയും ധിക്കാരിയാ മനുഷ്യൻ. എന്നിട്ട് ഈ അനല്ലാന്ന് പറഞ്ഞ് ഹല്ലാജിനെ നമ്മൾ ന്യായീകരിക്കാൻ നമ്മൾ ആൾക്കാർ. ഹല്ലാജിനെ അന്നത്തെ ഭരണാധികാരിയായ ആളുകൾ തലവെട്ടി ക്രൂശിച്ച് എടുത്ത്. അതാണ് മാലിൽ കാണാം, ഹല്ലാജെ കൊല്ലുന്ന കാലത്ത് ഞാനുണ്ടെങ്കിൽ അവരെ കൈ ഞാൻ പിടിക്കുന്നു, ഹല്ലാജിനെ കൊല്ലാൻ അയക്കൂല. കാരണം ഹല്ലാജ് നല്ല 1-ാം നമ്പർ മുഅ്മിനാണ്, ഞാൻ പടച്ചവനെന്ന് പറഞ്ഞ
ഇതൊക്കെ അതാണ് സുബ്ഹാനല്ലാഹി റബ്ബിൽ അർശി അമ്മാ യസിഫൂൻ. ഈ ജാഹിലികൾ പറഞ്ഞതിനൊക്കെ അല്ലാഹ് എത്ര പരിശുദ്ധനാണ്. പിന്നെ എന്താ പറയാ, ശ്രീനാരായണ ഗുരു പറഞ്ഞ എന്താ, എല്ലാം പഠിച്ചവനാണ്. അദ്വൈതവാദം മനസ്സിലല്ലേ? എല്ലാം പഠിച്ചവനാണ്. അതായത് എല്ലാവരും യാതൊന്ന് കേൾക്കും അത് നാരായണ സ്തുതിയും യാതൊന്ന് കാണും നാരായണ പ്രതിമ എന്ന് പറഞ്ഞു. അതായത് ഇന്നപ്പം നമ്മളെ CH മുസ്തഫയും ടീമൊക്കെ അതിൻ്റെ ആൾക്കാരാ. എന്നാൽ അദ്വൈതവാദം എല്ലാം പഠിച്ചവനാണ്. അതുകൊണ്ട് തന്നെ എല്ലാം പഠിച്ചവനാകുമ്പോൾ പിന്നെ എന്തെടുത്താലും എല്ലാവർക്കും സ്വർഗമുണ്ട്. എല്ലാവരും സ്വർഗത്തിൽ തന്നെയാണ്. പിന്നെ സൂഫികൾ ചില ആൾക്കാർ പറഞ്ഞു, നമ്മൾ ചില ആൾക്കാർ സ്വർഗത്തേക്കാൾ നല്ല ആൾക്കാർ അവിടെ ഉണ്ടാവും, നരകത്തിലുണ്ടാവും. കാരണം സ്വർഗം അള്ളാന്റെ സൃഷ്ടിയാണ്, നരകം അള്ളാന്റെ സൃഷ്ടിയാണ്. രണ്ടും അള്ളാന്റെ സൃഷ്ടി തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ അള്ളാന്റെ സൃഷ്ടിനല്ല ആഗ്രഹിക്കണം, നമ്മൾ അള്ളാനെയാണ് ആഗ്രഹിക്കണം. മനസ്സിലായില്ലേ? എന്നായിക്കോട്ടെ, ദുനിയാവുന്ന എന്താ വെള്ളത്തിൽ ചാടുന്ന പോലെ തീക്ക് ചാടാത്ത രണ്ടും അള്ളാന്റെ സൃഷ്ടിയല്ലേ? ഓനെ പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യാ, തീക്കണ്ട് എടുത്തിട്ട ഇവിടെ കുളത്തിന്റെ ഭാഗത്തുനിന്ന് കുറച്ച് തീ ഒട്ടിക്കാണ്ട് ഇത് അള്ളാന്റെ സൃഷ്ടിയാണ്, ഇതൊന്നാച്ചൻ പിടിച്ചവനിട്ട് തന്നെ. അങ്ങനത്തൊക്കെ അതാണ് വഹിച്ചു. ഖുർആനും സുന്നത്തും പറഞ്ഞാൽ മനസ്സിലാകാത്തവർക്ക് രണ്ടും അള്ളാന്റെ സൃഷ്ടിയല്ലേ. പരലോകത്ത് കാത്തു കണ്ട ഇവിടെ തന്നെ ചാടിക്കോ, ട്രെയിനിങ് ആവുമല്ലോ അവിടേക്കുള്ളതിന്. മനസ്സിലായേ? അപ്പൊ ഇതൊക്കെ ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയെ പറ്റി. അന്ന് മാത്രമല്ല, ഇന്ന് അന്നത്തേതിനേക്കാൾ കൂടുതൽ ഇപ്പൊ സുബ്ഹാനല്ലാഹ് ഇപ്പൊ ഇന്ന് പറയുമ്പോൾ അന്നുള്ളതിനേക്കാളും കൂടുതൽ അർത്ഥമാണ് എന്നുള്ളത്. കാരണം എന്താ, അന്ന് ഇത്ര അള്ളാഹിനെ പറ്റി നഖസൊന്നും വന്ന് അള്ളാഹ്ക്ക് കുട്ടികളുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുള്ളൂ. ഇന്നിപ്പോ ഞാൻ തന്നെ പഠിച്ചോന്ന് പറയണക്കാഴ്ച. നിങ്ങൾ ആലോചിക്ക്, അള്ളാഹ്ക്ക് കുട്ടിയുണ്ട് എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വലുതല്ലേ ഞാൻ തന്നെ പഠിച്ചു. ഞാൻ തന്നെ പഠിച്ചോനെന്ന് പറഞ്ഞ പോലെ ന്യായീകരിക്കും ചെയ്യാം. നിങ്ങൾ ആലോചിക്ക്. സുബ്ഹാനല്ലാഹി റബ്ബിൽ അർശി അമ്മാ യസിഫൂൻ. അവർ അള്ളാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനെ സംബന്ധിച്ച് അള്ളാഹു എത്ര പരിശുദ്ധനാണ്. അപ്പം അള്ളാഹിൻ്റെ പരിശുദ്ധിയെ സംബന്ധിച്ച് നമുക്ക് ബോധം ഉണ്ടാകുക. അള്ളാഹിൻ്റെ പരിശുദ്ധിക്ക് എതിരാകുന്നൊരു പ്രവർത്തനവും വാക്കുകളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാനും ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ ദീൻ കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് കൊണ്ട് ജീവിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. നമ്മളിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയ മുഴുവൻ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നല്ലവരായ നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ അള്ളാഹു അവർക്കെല്ലാം സ്വർഗ്ഗം നൽകുമാറാവട്ടെ. അവരെ നമ്മെ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനത വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. സുബ്ഹാനകല്ലാഹി വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.